എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സദ്യ വിഭവങ്ങളിൽ നിന്ന് ഒഴിച്ചുകൂടാനാവാത്ത സാമ്പാറാണ് ഇന്നത്തെ റെസിപ്പി. നല്ലൊരു നാടൻ വറുത്തരച്ച സാമ്പാറാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ റെസിപ്പി കാണാം. ആദ്യം തന്നെ നമുക്ക് സാമ്പാറിലേക്കുള്ള ചേരുവകൾ ഒന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കാനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് തേങ്ങ, 2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, 2 വറ്റൽമുളക്, 2 ചെറിയുള്ളി, 1/4 ടീസ്പൂൺ വീതം ഉലുവയും കുരുമുളകും, ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് മല്ലിയുടെയും മുളകിൻ്റെയും പൊടികളാണ് ചേർക്കുന്നത്. മുഴുവൻ മല്ലി ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ സമയം ഒരു 5 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 5-6 വറ്റൽമുളക് അധികമായിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റ് ഒന്ന് ഇളക്കി തേങ്ങ കുറച്ചൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് അതേ ഫ്ലെയിമിൽ തന്നെ 3-4 മിനിറ്റ് കൂടി ഇതുപോലെ തന്നെ ഇളക്കി തേങ്ങ ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ നിറമാവുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ നിറമായി കിട്ടിയാൽ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് 1-2 മിനിറ്റ് മല്ലിപ്പൊടിയുടെ പച്ചമണം മാറും വരെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം 1-2 മിനിറ്റ് പാത്രത്തിന്റെ ചൂടിൽ തന്നെ ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതിന്റെ ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം ചെറിയൊരു ചൂടോടുകൂടി തന്നെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റി ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടാൻ വേണമെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഇതുപോലെ പേസ്റ്റ് പോലെ നരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പരിപ്പും കുറച്ചധികം വേവുള്ള പച്ചക്കറികളും കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഇവിടെ ഒരു 1/4 കപ്പ് പരിപ്പ് നന്നായി ക്ലീൻ ചെയ്ത് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാനായിട്ട് ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചെടുത്തിട്ടുണ്ട്. പരിപ്പിൻ്റെ കൂടെ തന്നെ നമുക്ക് വേവ് അധികമുള്ള പച്ചക്കറികൾ കൂടി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ക്യാരറ്റ് മീഡിയം സൈസായി കട്ട് ചെയ്തത്, ഒരു വലിയ ഉരുളക്കിഴങ്ങ്, ഒരു കഷ്ണം വെള്ളരിക്ക, ഒരു പകുതി സവാള ക്യൂബ്സായി കട്ട് ചെയ്തത്, പച്ചക്കറികൾ ചേർത്തിട്ട് കൂടെ തന്നെ പച്ചക്കറികൾ വേവാൻ ആവശ്യമായ 1/2 കപ്പ് വെള്ളവും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ 2 വിസിലടിച്ചതിന് ശേഷം പ്രഷറെല്ലാം ഒന്ന് സെറ്റിലാവാൻ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കുറഞ്ഞ വിസിലടിക്കുമ്പോഴേക്കും നമുക്ക് മറ്റൊരു സ്റ്റവിൽ സാമ്പാർ തയ്യാറാക്കാനുള്ള ഒരു മൺചട്ടി വെച്ചിട്ട് വെണ്ടയ്ക്കയും വേവ് കുറവുള്ള മറ്റുള്ള പച്ചക്കറികളും ഒന്ന് വേവിച്ചെടുക്കാം. മൺചട്ടി സ്റ്റൗവിൽ വെച്ചൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം 4-5 വെണ്ടയ്ക്ക നീളത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് വഴട്ടിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 2-3 മിനിറ്റ് വെണ്ടയ്ക്കൊന്ന് വഴട്ടിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം കായം ചേർത്ത് കൊടുക്കാം. കായത്തിൻ്റെ പൊടി ചേർക്കേണ്ടവർക്ക് അവസാനം ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇതിലേക്ക് ഇനി നമുക്ക് 3 പച്ചമുളക് നീളത്തിലരിഞ്ഞതും 10 ചെറുപുള്ളിയും 2 തക്കാളി നീളത്തിലരിഞ്ഞതും 2 മുരിങ്ങക്കായ നീളത്തിലരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഈ പച്ചക്കറികൾക്ക് പകരമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള വേവ് കുറവുള്ള ഏതൊരു പച്ചക്കറികളും ഈ സമയം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചക്കറികൾ വേവാൻ ആവശ്യമായ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് പുളിവെള്ളമാണ്. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള വാളം പുളി 1/2 കപ്പ് വെള്ളത്തിൽ നന്നായി പിഴിഞ്ഞ് യോജിപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ പുളിവെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തക്കാളി ചേർക്കുന്നത് കൊണ്ട് പുളി കൂടി പോകാതിരിക്കാനായിട്ട് വേണമെങ്കിൽ പകുതി പുളിവെള്ളം ഇപ്പോൾ ഒഴിച്ചിട്ട് ബാക്കി പിന്നീട് നോക്കിയിട്ട് ഒഴിച്ചാലും മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ പച്ചക്കറികളൊന്ന് വെന്ത് കിട്ടാനായിട്ട് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മൂടിയൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ പച്ചക്കറികളെല്ലാം ഒരുപാട് വെന്തുടയാതെ ഒന്ന് സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് കുക്കറിൽ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പരിപ്പും മറ്റുള്ള പച്ചക്കറികളും കൂടി ചേർത്ത് കൊടുക്കാം. പരിപ്പും പച്ചക്കറികളും ചേർത്തിട്ട് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിളയ്ക്കാനായി വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം വറുത്തരച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു മസാല കൂട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കൂടുതൽ കറി വേണ്ടവർക്ക് ഈ സമയം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് ഉപ്പും പുളിയൊക്കെ പാകമായി കിട്ടിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് ഇതൊന്ന് തിളച്ചതിന് ശേഷം മസാലയുടെ പച്ചമണമെല്ലാം മാറി സാമ്പാർ ഒന്ന് കുറുകി പാകമായി കിട്ടാൻ വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ 3-4 മിനിറ്റ് കൂടി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സാമ്പാർ ഇവിടെ നന്നായി തിളച്ച് പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സാമ്പാറിലേക്കൊന്ന് താളിച്ച് ചേർക്കാനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാത്രം വെച്ചിട്ട് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടായതിനു ശേഷം 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കൂടെ തന്നെ 5-6 അല്ലി ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽമുളക് കൂടി ചേർത്ത് ഉള്ളിയുടെ കളറ് ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ നിറമാവുന്നവരെ ഒന്ന് വഴട്ടിയെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് സാമ്പാറിലേക്കൊന്ന് താളിച്ച് ചേർക്കാം. താളിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതിൻ്റെ മണവും രുചിയും നഷ്ടപ്പെടാതിരിക്കാനായിട്ട് കുറച്ച് സമയം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം കഴിക്കുമ്പോഴാണ് വറുത്തരച്ച സാമ്പാറിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുക.
അപ്പോൾ നമ്മുടെ വറുത്തരച്ച സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 8-10 പേർക്ക് സെർവ് ചെയ്യാനുള്ള സാമ്പാർ ഉണ്ടായിരിക്കും. സാമ്പാറിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് പറയണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ആദ്യം കാണുന്ന ഓപ്ഷൻ ഓൾ കൊടുത്താൽ ഈ ചാനലിലൂടെ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക്